വെറുതെ കിടക്കണം. ലീന സാന്ദ്രയുടെ ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ പാട്ട് പഠിക്കുന്നു സെറിബല്ലം. രണ്ടാമത്തെ പാട്ടാണ് സെറിബല്ലം. അപ്പൊ ഫസ്റ്റ് പാട്ട് നമ്മൾ പഠിച്ചു സെറിബ്രം. രണ്ടാമത്തെ പാട്ടാണ് ഇത് സെറിബല്ലം എന്നറിയപ്പെടും. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് സെറിബൽ. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് എന്തറിയപ്പെടുന്നത്? സെറിബല്ലം എന്നുള്ള പേരിൽ അറിയപ്പെടും. അതെ, സെറിബ്രത്തിന്റെ ചുവട്ടിലായിട്ട് കാണപ്പെടുന്ന, സെറിബ്രത്തിന്റെ ചുവട്ടിലായിട്ടാണ് എന്ത് വരുന്നത്? സെറിബല്ലം വരുന്നത്. അതെ, താഴെയായിട്ട് തന്നെ ഈ പൂ പോലെ ഇരിക്കുന്ന ഈ ഭാഗത്തെയാണ് സെറിബല്ലം എന്നറിയപ്പെടുന്നത്. അവർ രണ്ടാമത്തെ വലിയ ഭാഗമാണ്, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗവും എന്ത് തന്നെയാണ്? സെറിബല്ലം. ലിറ്റിൽ ബ്രെയിൻ നിങ്ങൾക്ക് പഠിക്കാനല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗവും ഏത് തന്നെയാണ്? സെറിബല്ലം തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ വലിയ ഭാഗം. നമ്മുടെ സെറിബ്രം രണ്ട് അർദ്ധഗോളങ്ങളായി കാണപ്പെടുന്നുവെങ്കിൽ സെറിബല്ലം കാണപ്പെടുന്നത് രണ്ട് ദളങ്ങളായിട്ടാണ്, രണ്ട് ലോബുകളായിട്ടാണ് കാണുന്നത്. അതായത് സെറിബ്രം നമ്മൾ പറഞ്ഞു ഒരു പന്തെടുത്ത് രണ്ടായിട്ട് മുറിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കുമെങ്കിൽ സെറിബല്ലം വരുന്നത് രണ്ട് പന്തുകളെടുത്ത് ഒരുമിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കും. രണ്ട് പന്തുകളെടുത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ രണ്ട് ഉണ്ടകൾ പോലെ ഇരിക്കത്തില്ലേ? അതുപോലാണ് ആര് കാണപ്പെടുന്നത്? സെറിബല്ലം കാണപ്പെടുന്നത്. രണ്ട് ലോബുകളായിട്ടാണ് എന്ത് വരുന്നത്? സെറിബല്ലം. അപ്പൊ സെറിബ്രം രണ്ട് അർദ്ധഗോളങ്ങൾ, രണ്ട് ഹെമിസ്ഫിയേഴ്സ്. സെറിബല്ലം വരുന്നത് രണ്ട് ലോബുകൾ, രണ്ട് ദളങ്ങളായിട്ടാണ്. ഇനി സെറിബ്രത്തിനകത്ത് നമ്മൾ പറഞ്ഞു കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല വൈറ്റ് മാറ്ററും ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെയും കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്, മെഡുല വൈറ്റ് മാറ്റർ ആണ്. കോർട്ടെക്സ് പുറമേയുള്ള ഭാഗം, മെഡുല അകത്തുള്ള ഭാഗം. അപ്പൊ കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്, മെഡുല വൈറ്റ് മാറ്റർ ആണ്. അപ്പം സെറിബ്രത്തിലും സെറിബല്ലത്തിലും എന്ത് തന്നെയാണ്? കോർട്ടെക്സ് ഇസ് ഗ്രേ മാറ്റർ ആൻഡ് മെഡുല ഇസ് വൈറ്റ് മാറ്റർ. കോർട്ടെക്സ് ഗ്രേ മാറ്ററും മെഡുല എന്തുമായിരിക്കും? വൈറ്റ് മാറ്ററും. ഇനി കോർട്ടെക്സിൽ നമ്മുടെ സെറിബ്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ ധാരാളം മടക്കുകളും ചുളിവുകളും ഇവിടെയുണ്ട്. കോർട്ടെക്സിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഗ്രൂവ്സ് ആൻഡ് ഫോൾഡിങ്സ് കാണപ്പെടുന്നുണ്ട്. എന്ത് കൂട്ടുന്നു? സർഫസ് ഏരിയ കൂട്ടും. ഇപ്പൊ സെറിബ്രത്തിലും സെറിബല്ലത്തിലും ഒരേപോലെ തന്നെയാണ്. കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്, മെഡുല വൈറ്റ് മാറ്റർ ആണ്, ഗ്രൂവ്സ് ആൻഡ് ഫോൾഡിങ്സ് ഉണ്ട്, മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. വ്യത്യാസം ഇവിടെ പറഞ്ഞു. കോർട്ടെക്സ് രണ്ട് അർദ്ധഗോളങ്ങൾ, രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ മെഡുല കാണപ്പെടുന്ന രണ്ട് ലോബുകളായിട്ടാണ്, രണ്ട് ദളങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി സെറിബല്ലത്തിന്റെ ധർമ്മങ്ങൾ പറയാൻ പോവാണ്, ഫങ്ഷൻസ് പറയാൻ പോവാം. ഒന്ന്, ശരീരത്തിന്റെ തുലന നില പാലിക്കുക, മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ പറയുക ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം, ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കപ്പെടുന്നത് സെറിബല്ലമാണ്. അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, കോഓർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്. ഈ രണ്ട് ഫങ്ഷൻസ് ആണ് സെറിബല്ലത്തിനുള്ളത്. ശരീരത്തിന്റെ തുലന നില പാലിക്കപ്പെടുക, മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി. നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുന്ന വഴിക്ക് കാലൊക്കെ തന്നെ വീഴാൻ പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് നേരെ നിൽക്കാനായിട്ട് നോക്കും. അത് നോക്കാനായിട്ട് ആ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ സഹായിക്കപ്പെടുന്നത് ആരാണ്? സെറിബല്ലം. ഇനി നമ്മൾ നടക്കുക, ഓടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മസിലാണോ പ്രവർത്തിക്കുന്നത്? പല പേശികൾ ഒരേ സമയം പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യിപ്പിക്കപ്പെടുന്നതും, അങ്ങനെ കോർഡിനേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും തുലനനില പാലിക്കുകയും ചെയ്യുന്നത് ആരാണ്? സെറിബല്ലം. അതുകൊണ്ടാണ് മദ്യപിച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ആൾക്കാർ നടക്കുന്ന കണ്ടിട്ടുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ടാണോ നടന്നു പോകുന്നത്? അവരിങ്ങനെ റോഡിന്റെ അളവെടുത്താണ്. അതുകൊണ്ടാണ് അവരെ പാമ്പെന്ന് പറയുന്നത്. കാര്യം പാമ്പ് നേരെ പോകത്തില്ലല്ലോ, വളഞ്ഞല്ലേ പോകത്തുള്ളൂ. പാമ്പ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണോ പാമ്പ് പോകുന്നത്? പാമ്പ് ഇങ്ങനെ വളഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ അതേപോലെയാണ് വെള്ളം അടിച്ചിട്ട് ആൾക്കാർ നടക്കുന്നത്.
കാര്യം ഈ ആൽക്കഹോള് എന്തിനെ അഫക്റ്റ് ചെയ്യും? സെറിബെല്ലത്തെ അഫക്റ്റ് ചെയ്യും. ആ സെറിബെല്ലത്തെ അഫക്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരും? ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് വെള്ളം അടിച്ച ആൾക്കാർ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സിക്സ് ആക്ക് മൂവ്മെന്റ് എന്നറിയപ്പെടും. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വേച്ച് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ അഫക്ട്സ് ഓൺ സെറിബെല്ലം, സോ ഇറ്റ് കാനോട്ട് മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി. ആൽക്കഹോള് സെറിബെല്ലത്തെ ബാധിക്കപ്പെടുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യുന്നു? ശരീരത്തിന്റെ തുലനനില പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന്റെ താഴെ ചുവട്ടിലായിട്ട് കാണപ്പെടുന്നതാണ്, താഴെയായിട്ട് വരുന്ന ഭാഗമാണ്. രണ്ട് ദളങ്ങളാണ്, രണ്ട് ലോബുകളായിട്ടാണ് കാണപ്പെടുന്നത്. കോർട്ടെക്സ് ഗ്രേ മാറ്റർ ആണ്, മെഡുല വൈറ്റ് മാറ്റർ ആണ്. കോർട്ടെക്സിൽ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നുണ്ട്, ഗ്രൂസ് ആൻഡ് ഫോൾഡിങ്സ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ബോഡി ഓർ മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ബോഡി, ശരീരത്തിലെ തുലനനില പാലിക്കപ്പെടുക. അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കപ്പെടുക, കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറിബെല്ലവുമായി പഠിക്കാനുള്ളത്. അപ്പോൾ രണ്ട് ഭാഗങ്ങളായി, ഒന്ന് സെറിബ്രം, രണ്ട് സെറിബെല്ലം. ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റ ഇതാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും താഴെയായി വരുന്ന ഭാഗം, ലോവർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. മസ്തിഷ്കത്തിന്റെ ഏറ്റവും ചുവട്ടിലായി കാണപ്പെടുന്ന ഭാഗം. അതുപോലെ തന്നെ എന്താകൃതിയിൽ കാണപ്പെടുന്നു? ദണ്ടിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു, റോഡ് ഷേപ്ഡ് പാർട്ട്. ദണ്ടാകൃതിയിൽ മസ്തിഷ്കത്തിന്റെ ഏറ്റവും താഴെയായിട്ട് വരുന്ന ഭാഗമാണ്. സീൻ ബിനീത് ദ സെറിബ്രം ആൻഡ് നിയർ ദ സെറിബൽ. സെറിബ്രത്തിന് താഴെയായി സെറിബെല്ലത്തിന് സമീപത്തായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? മെഡുല ഒബ്ലോങ്കേറ്റ കാണപ്പെടുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ടു സ്പൈനൽ കോഡ്. ഇത് എന്തിലേക്ക് തുടരുന്നു? സ്പൈനൽ കോഡ്, സുഷുമ്നയായിട്ട് തുടരുന്ന ഭാഗമാണ് ഏത്? മെഡുല ഒബ്ലോങ്കേറ്റ. ഓർത്ത് വെച്ചേക്കുക, ഇറ്റ് കണ്ടിന്യൂസ് ടു സ്പൈനൽ കോഡ്, സുഷുമ്നയായിട്ട് തുടരുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അവ ദണ്ട് ഷേപ്പാണ്, റോഡ് ഷേപ്പിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നേരത്തെ സെറിബ്രവും സെറിബെല്ലവും പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം, ഇവിടെ കോർട്ടെക്സ് വൈറ്റ് മാറ്ററും മെഡുല ഗ്രേ മാറ്ററുമാണ്. നമ്മൾ നേരത്തെ രണ്ടിടത്ത് നേരെ തിരിച്ചാണ് പഠിച്ചത്. കോർട്ടെക്സ് ഗ്രേ മാറ്റർ, മെഡുല വൈറ്റ് മാറ്റർ എന്നാണ് പഠിച്ചത്. മെഡുല ഒബ്ലോങ്കേറ്റയിൽ വരുമ്പോൾ കോർട്ടെക്സ് വൈറ്റ് മാറ്ററും മെഡുല ഗ്രേ മാറ്ററും ആയിരിക്കും. കോർട്ടെക്സ് വൈറ്റ് മാറ്ററും മെഡുല ഗ്രേ മാറ്ററും ആയിരിക്കും. അതുപോലെ പറഞ്ഞു, ഇറ്റ് കണ്ടിന്യൂസ് ടു സ്പൈനൽ കോഡ്. ഇത് എന്തിലേക്ക് തുടരപ്പെടുന്നു? സ്പൈനൽ കോഡിലേക്ക്, സുഷുമ്നയിലേക്ക് തുടരുകയാണ് ചെയ്യുന്നത്. മെഡുല ഒബ്ലോങ്കേറ്റ കണ്ടിന്യൂസ് ടു സ്പൈനൽ കോഡ്. മെഡുല ഒബ്ലോങ്കേറ്റ എവിടേക്ക് തുടരുന്നു? സുഷുമ്നയിലേക്ക് തുടരും. ഓക്കെ, ഇനി ഇതിന്റെ ധർമ്മങ്ങൾ പറയുക. നോക്കിക്കോളൂ, ഹൃദയ സ്പന്ദനം, അതുപോലെ തന്നെ ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ റെസ്പിറേഷൻ, കോൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഇതിനെ ഇത്രയും കൺട്രോൾ ചെയ്യപ്പെടുന്ന പാർട്ട് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഒന്ന് ഹാർട്ട് ബീറ്റ്, രണ്ട് റെസ്പിറേഷൻ, മൂന്ന് കോൺട്രാക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. ഏതൊക്കെയാണ്? ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം. ഇതിനെ ഇത്രയും അതിന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അല്ലെങ്കിൽ സെന്റേഴ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? മെഡുല ഒബ്ലോങ്കേറ്റയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡുല ഒബ്ലോങ്കേറ്റ കേൾക്കുന്ന ഏതൊരു ക്ഷതവും നിമിഷങ്ങൾക്കകമുള്ള മരണത്തിന് കാരണമാകും. ഇനി ഹിറ്റ് മെഡുല ഒബ്ലോങ്കേറ്റ മേ കോസ് സഡൻ ഡെത്ത്. അതായത് നമ്മുടെ തലയുടെ ഈ പിൻഭാഗത്ത് നല്ല രീതിയിൽ അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആളപ്പോഴേ വടിയായി പോകും. ഇല്ലെങ്കിൽ നമ്മൾ ബാക്ക് ഇടിച്ചാണ് വീഴുന്നതെങ്കിൽ ഈ ബാക്ക് ഭാഗത്താണ് നല്ല രീതിയിൽ അടി കിട്ടുന്നതെങ്കിൽ, ആ തട്ട് കൊള്ളുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകും. കാര്യം ഹൃദയസ്പന്ദനം, ശ്വസനം ഇതൊക്കെ നിലച്ചു പോകും. അപ്പോഴത്തേക്ക് ആൾ തട്ടിപ്പോകും പെട്ടെന്ന്.
അപ്പൊ ഇതിനെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഭാഗം ആരാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. അതുപോലെ തന്നെ എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കപ്പെടും. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യപ്പെടും. കൺട്രോൾസ് ഓൺ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്. എല്ലാ അനൈച്ഛിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കപ്പെടുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങൾ, വോളണ്ടറി ആക്ടിവിറ്റീസ്, അതിനെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് സെറിബ്രമാണ്. ഇവിടെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണ്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് ആരുമാണ്? മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അതായത് ചുമ, തുമ്മൽ, അതുപോലെ തന്നെ ഛർദി, കഫിംഗ്, സ്നീസിങ്, അതുപോലെ തന്നെ വോമിറ്റിംഗ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്ന സെന്റേഴ്സ് കാണപ്പെടുന്നതും മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പോൾ വോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെറിബ്രമാണ്, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെറിബല്ലവും. വോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെറിബ്രം, ഐച്ഛിക പ്രവർത്തനങ്ങളാണെങ്കിൽ സെറിബ്രവും, അനൈച്ഛിക പ്രവർത്തനങ്ങൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഏതുമാണ്? മെഡുല ഒബ്ലോങ്കേറ്റയും. മനസ്സിലായല്ലോ? ഇപ്പോൾ വോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ സെറിബ്രം, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആണെങ്കിൽ മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പോൾ അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്, റെസ്പിറേഷൻ, ഹൃദയസ്പന്ദനം, ശ്വസനം ഇവയൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനേൽക്കുന്ന ഏതൊരു ക്ഷതവും നിമിഷങ്ങൾക്കകമുള്ള മരണത്തിന് കാരണമാകും. എനി ഹിറ്റ് ടു മെഡുല ഒബ്ലോങ്കേറ്റ മേ കോസ് സഡൻ ഡെത്ത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? മെഡുല ഒബ്ലോങ്കേറ്റയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി വരുന്നത് രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തലാമസ്, മറ്റൊന്ന് ഹൈപ്പോ തലാമസ്. തലാമസും ഹൈപ്പോ തലാമസും, ഇതിന് രണ്ട് ഫങ്ഷൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാൻ. ഓക്കെ, സെറിബ്രത്തിന്റെ താഴെയായി വരുന്ന ഭാഗമാണ് തലാമസ്. തലാമസ് ഇൻ ബിലോ ദ സെറിബ്രം. സെറിബ്രത്തിന് താഴെയായിട്ട് വരുന്ന ഭാഗം. സെറിബ്രത്തെ നമ്മൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ തലാമസിനെ ഹൈപ്പോ തലാമസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ സെറിബ്രത്തിന്റെ താഴെയായി വരുന്ന ഭാഗമാണ് തലാമസ്. തലാമസിന് താഴെയായി വരുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. അപ്പം തലാമസ് ഇൻ ബിലോ ദ സെറിബ്രം ആൻഡ് ഹൈപ്പോ തലാമസ് ഇൻ ബിലോ ദ തലാമസ്. തലാമസ് സെറിബ്രത്തിന്റെ താഴെയായിട്ടും ഹൈപ്പോ തലാമസ് തലാമസിന് താഴെയായിട്ടുമാണ് കാണുന്നത്. ഓക്കെ, ഈ തലാമസിനെ നമ്മൾ റിലേ സ്റ്റേഷൻ ഓഫ് സെറിബ്രം എന്നാണ് അറിയുന്നത്. തലാമസിനെ നമ്മൾ അറിയപ്പെടുന്നത് സെറിബ്രത്തിന്റെ റിലേ സ്റ്റേഷൻ എന്നാണ് അറിയുന്നത്. റിലേ സ്റ്റേഷൻ ഓഫ് സെറിബ്രം. അതായത് സെറിബ്രത്തിനകത്തേക്കും സെറിബ്രത്തിന് പുറത്തേക്കും ഏതൊരു ഇമ്പൾസ്, ഏതൊരു ആവേഗം പോകണമെങ്കിലും അത് എന്തിലൂടെ കടന്നു പോകാൻ പറ്റൂ? തലാമസിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റൂ. തലാമസ് കൺട്രോൾസ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ്സ് ഓഫ് ഇമ്പൾസസ്. സെറിബ്രത്തിനകത്തോട്ട് ഇപ്പോൾ ഡിഫറെന്റ് ബോഡി പാർട്ട് നമ്മൾ പറഞ്ഞ കാഴ്ച, കണ്ണിൽ നിന്ന് വരുന്ന ഒരു ഇമേജ് സെറിബ്രത്തിലേക്ക് പോകണമെങ്കിൽ എന്തിലൂടെ കടന്നു പോകാൻ പറ്റൂ? തലാമസിലൂടെ കടന്നു പോകാൻ പറ്റും. അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്ന് കണ്ണിലേക്ക് ഒരു ആവേഗത്തെ കടന്നു വിട്ടുകയാണെങ്കിൽ അതിനെ കടന്നു പോകണമെങ്കിലും എന്തിലൂടെ കടന്നു പോകാൻ പറ്റൂ? തലാമസിലൂടെ കടന്നു പോകാൻ പറ്റും. അതുകൊണ്ടാണ് തലാമസിനെ നമ്മൾ എന്തുപേര് അറിയപ്പെടുന്നത്? റിലേ സ്റ്റേഷൻ ഓഫ് ദ സെറിബ്രം എന്നറിയപ്പെടുന്നത്. സെറിബ്രത്തിന്റെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടും. ഓക്കെ, നിങ്ങൾ മിക്കവാറും എല്ലാം ഈ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ചെവി വെച്ച് പാട്ട് കേട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. ഉറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഈ പാട്ട് കേൾക്കാറില്ല. ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് ചെവി വെച്ച് പാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങിയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ഇമ്പൾസുകൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സുകൾ ചെവിക്കകത്തോട്ട് കയറുന്നത് പോലെ തന്നെ നമ്മൾ ഉറങ്ങി കഴിയുമ്പോഴും കയറുന്നുണ്ട്. പക്ഷെ ഉറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും എന്ത് ചെയ്യാറില്ല? ഈ സൗണ്ട് വേവ്സ് കേൾക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അതായത് ഡ്യൂറിങ് സ്ലീപ്പിംഗ് തലാമസ് പ്രിവെന്റ് മോസ്റ്റ് ഓഫ് ദ സൗണ്ട് ഇമ്പൾസസ് ടു റീച്ച് ഓൺ സെറിബ്രം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മിക്ക ശബ്ദ തരംഗങ്ങളെയും തലാമസ് സെറിബ്രത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് തടയും. അതായത് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഇമ്പൾസുകളെ മാത്രമായിരിക്കും സെറിബ്രത്തിലേക്ക് കടത്തിവിടും.
വളരെ പ്രധാനപ്പെട്ടതെന്ന് തലാമസിന് തോന്നുന്ന ഇമ്പൾസുകളെ മാത്രമേ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എവിടേക്ക് കടത്തിവിടത്തുള്ളൂ? സെറിബ്രത്തിലേക്ക് കടത്തിവിടത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുമ്പോൾ മിക്ക ശബ്ദങ്ങളും കേൾക്കാത്തത്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മയൊക്കെ വന്ന് വിളിക്കും, നമ്മൾ അനങ്ങത്ത് പോലുമില്ല. ആ സമയം അച്ഛൻ വന്ന് ഡ അല്ലെങ്കിൽ ഡി എന്ന് വിളിക്കുമ്പോൾ ചാടി എണീക്കും. കാര്യം ഇല്ലെങ്കിൽ അടി കിട്ടും എന്നുള്ള ബോധമുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്ന ഇമ്പൾസുകളെ മാത്രം തലാമസ് എവിടേക്ക് കടത്തിവിടും? സെറിബ്രത്തിലേക്ക് കടത്തിവിടും. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുമ്പോൾ മിക്ക സൗണ്ട് വേവ്സും ശബ്ദ തരംഗങ്ങളും നമ്മൾ കേൾക്കാതെ. ഇനി എവിടെയെങ്കിലും ടൂറ് പോകാനായിട്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക. നമ്മൾ കൃത്യമായി അലാറം അടിക്കുമ്പോൾ നമ്മൾ അറിയും, അല്ലെങ്കിൽ അലാറം അടിക്കുന്നതിന് മുമ്പേ എണീക്കും. കാര്യം നമ്മുടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ ചിന്തയാണ്, നാളെ രാവിലെ ആകുമ്പോൾ പോകണം, എണീക്കാൻ താമസിച്ച് പോയാൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു സന്ദേശം അവിടെ അപ്പോഴേ രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൃത്യമായ ആ അലാറം അടിക്കുമ്പോൾ നമ്മൾ കേൾക്കുകയും ചാടി എണീക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ ചാടി എണീക്കുകയും ചെയ്യും. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് വയറുവേദനയോ പല്ലുവേദനയോ ഒക്കെ വേദനയായിട്ട് നമ്മൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പെയിൻ കില്ലേഴ്സ് നൽകാറുണ്ട്, വേദനാസംഹാരികൾ നൽകാറുണ്ട്. ഈ പെയിൻ കില്ലേഴ്സും എവിടെ വന്നാണ് ആക്ട് ചെയ്യുന്നത്? തലാമസിൽ വന്നാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ തലാമസിൽ പ്രവർത്തിച്ചിട്ട് ഈ പെയിൻ ഇമ്പൾസുകൾ, വേദനയുടെ ആവേഗങ്ങൾ സെറിബ്രത്തിലേക്ക് ചെല്ലുന്നത് തടയും. സെറിബ്രത്തിൽ ചെന്നാലും നമുക്ക് ആ വേദന അറിയാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ആ വേദനാ സംഹാരികൾ കഴിക്കുമ്പോൾ നമുക്ക് വേദന അറിയാതിരിക്കുന്നത്. The painkillers act on thalamus and prevent the entry of pain impulses to the cerebrum. വേദനാ സംഹാരികൾ തലാമസിൽ പ്രവർത്തിക്കപ്പെടുകയും വേദനയുടെ ആവേഗങ്ങൾ സെറിബ്രത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് തടയുകയും ചെയ്യും. ഇനി അടുത്ത വരുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. അതുപോലെ തന്നെ നമ്മുടെ ആന്തര സമസ്ഥിതി, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കപ്പെടുന്നതും ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ അകത്തും പുറമേയുള്ള പദാർത്ഥങ്ങളുടെ അളവ് ക്രമീകരിച്ച് നിർത്തുന്ന രീതി, അതിനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കപ്പെടുന്നതും ആര് തന്നെയാണ്? ഹൈപ്പോ തലാമസ് തന്നെയാണ്. അപ്പം താപനില, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ആന്തര സമസ്ഥിതി, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് വിശപ്പ്, ദാഹം, ഹങ്ങർ, തേഴ്സ്റ്റ് ഇതുണ്ടാകാൻ സഹായിക്കപ്പെടുന്ന ഭാഗവും ഹൈപ്പോതലാമസ് തന്നെ. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഊർജം, എനർജി ഇല്ല എങ്കിൽ ആ ഊർജം ഉണ്ടാക്കാൻ വേണ്ടിയ വല്ല സാധനങ്ങൾ വയറ്റിനകത്തോട്ട് ഇടണേ എന്ന് നമ്മളെ ചിന്തിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാകുന്നത്? വിശപ്പുണ്ടാകുന്നത്. അല്ലെങ്കിൽ ആഹാരം ചെന്നാലല്ലേ ദഹിച്ചാലും എനർജി എടുക്കാൻ പറ്റും. ഹലോ, ആ പറഞ്ഞോ. മനസ്സിലായില്ല മോളെ? മറ്റേ ഞാൻ മഞ്ജു ടീച്ചറെ നേരത്തെ വിളിച്ച നമ്പറിലോട്ട് വിളി. മഞ്ജു ടീച്ചർ ഇച്ചിരി മുമ്പ് നിന്നെ വിളിച്ചില്ലേ? ആ നമ്പറിലോട്ട് വിളി. ഹലോ മക്കളെ, നിങ്ങൾ ഈ നമ്മളെ വീഡിയോ കോളിന് ഇടയ്ക്ക് വിളിക്കുമ്പോൾ പരമാവധി മറ്റേ